ഒരു ദേവാലയത്തിന് പൊതുവെ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പൂമുഖം. ദേവാലയത്തിലെ ഏറ്റവും മുൻഭാഗം പ്രധാന കവാടത്തിന് പുറത്തു കാണുന്ന ഈ പൂമുഖത്ത് വച്ചാണ് സ്വീകരണ കർമ്മം നടക്കുന്നത്. അതായത് ജ്ഞാനസ്നാന അർത്ഥികളെ സ്വീകരിക്കൽ, വിവാഹ ആശീർവാദ കർമ്മത്തിന് വധൂവരന്മാരെ സ്വീകരിക്കൽ, മെത്രാനെയും വൈദികരെയും സ്വീകരിക്കൽ. രണ്ടാമത്തെ ഭാഗം പ്രധാന ഹാൾ. നടപ്പാതയുടെ ഇരുവശങ്ങളിലുമാണ് വിശ്വാസികളുടെ സമൂഹം ആരാധനയ്ക്കായി ഇരിക്കുന്നത്. ദേവാലയത്തിലേക്ക് കയറുമ്പോൾ നടപ്പാതയുടെ ഇടതുവശം സ്ത്രീകൾക്കും വലതുവശം പുരുഷന്മാർക്കുമാണ് സാധാരണ ഇരിപ്പിടമായി നിശ്ചയിച്ചിരിക്കുന്നത്. വിവാഹ അവസരത്തിൽ സ്ത്രീക്ക് പുരുഷന്റെ ഇടതു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. പുരുഷൻ സ്ത്രീയുടെ സംരക്ഷകനാണെന്ന അർത്ഥമാണ് ഈ സ്ഥാനത്ത് കാണുന്നത്. ഇതേ അർത്ഥത്തിലാണ് ദേവാലയത്തിൽ പുരുഷന്മാർ ഇരിക്കുന്നതിന്റെ ഇടതുഭാഗം സ്ത്രീകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം വിശുദ്ധ സ്ഥലം. ദേവാലയത്തിന്റെ പ്രധാന ഭാഗമായ വിശുദ്ധ വേദി, ബലിയർപ്പണം, കൂദാശ പരികർമ്മം, ആരാധന എന്നിവയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലമായതിനാൽ എല്ലാവർക്കും ദർശിക്കുവാൻ തക്കവിധം ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സക്രാരി. വിശുദ്ധ വേദിയിൽ നിന്ന് ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ ചുമരിന്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ ആയിരിക്കും സക്രാരിയുടെ സ്ഥാനം.